PM ശ്രീ പദ്ധതിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും, നിലപാടുകളിലെ ഇരട്ടത്താപ്പും സർക്കാരിന്റെ വീഴ്ചകളും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളും സർക്കാരിലും UDF-ലും തുടരുന്നു. ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനായി മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തിട്ടും വ്യക്തമായ ഒരു നയരൂപീകരണത്തിലെത്താൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ചകളെയും മുന്നണിയിലെ ആഭ്യന്തര ഭിന്നതകളെയുമാണ് പുറത്തു കൊണ്ടുവരുന്നത്. കേന്ദ്ര പദ്ധതിയായ PM ശ്രീ നടപ്പിലാക്കുന്ന വിഷയത്തിൽ പ്രാരംഭഘട്ടം മുതൽ തന്നെ വ്യക്തമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പദ്ധതി നടപ്പിലാക്കുന്നതിനായുള്ള നിബന്ധനകളും സാധ്യതകളും പരിശോധിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭ ഉപസമിതി നിശ്ചിത സമയപരിധി കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടിട്ടും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. സമിതിയിലെ അംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുമാണ് റിപ്പോർട്ട് നീണ്ടുപോകാൻ പ്രധാന കാരണം. ഏകീകൃതമായൊരു റിപ്പോർട്ട് നൽകാൻ കഴിയാതെ വരികയും 4 മന്ത്രിമാരും വെവ്വേറെ കുറിപ്പുകൾ സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഭരണ സംവിധാനത്തിന്റെ ഏകോപനമില്ലായ്മയെ വ്യക്തമാക്കുന്നു. സിലബസ് നിർണയത്തിലും സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിലും സംസ്ഥാനത്തിന്റെ അധികാരം ഉറപ്പാക്കണമെന്ന നിബന്ധനകൾ ഉന്നയിക്കുമ്പോഴും കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക സർക്കാരിനെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു. വിഷയത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സ്വീകരിക്കുന്ന നിലപാടുകളും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മുൻപ് പദ്ധതി ഉപസമിതി റിപ്പോർട്ടിന് ശേഷം നടപ്പാക്കാമെന്ന ധാരണയിൽ പങ്കുചേർന്ന ലീഗ് പിന്നീട് ആ നിലപാടിൽ നിന്ന് മലക്കം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യയശാസ്ത്രപരമായി പദ്ധതിയെ എതിർക്കേണ്ടതാണോ അതോ നിബന്ധനകളോടെ സ്വീകരിച്ച് ഫണ്ട് നേടിയെടുക്കുകയാണോ വേണ്ടത് എന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കുന്നതിന് പകരം രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമിട്ട് നിലപാടുകൾ മാറ്റുന്നത് നയപരമായ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതിയിലൂടെ ലഭിക്കേണ്ട കേന്ദ്രവിഹിതവും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യ വികസനത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളും അനിശ്ചിതത്വത്തിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് നേരിട്ട് ബാധിക്കുന്നത്. തീരുമാനം നീളുന്ന ഓരോ ദിവസവും കേന്ദ്ര ഫണ്ട് ലഭ്യത സങ്കീർണമാക്കുന്നു. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സ്വയംഭരണം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഫണ്ട് നേടിയെടുക്കാനുള്ള നയതന്ത്രപരമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് വാസ്തവം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളോട് വ്യക്തമായ രാഷ്ട്രീയ വിയോജിപ്പ് രേഖപ്പെടുത്തുമ്പോൾ തന്നെ സംസ്ഥാനത്തിന് അർഹമായ അവകാശങ്ങളും സഹായങ്ങളും നേടിയെടുക്കാൻ ശേഷിയുള്ള കൃത്യമായ തന്ത്രം രൂപീകരിക്കാൻ സർക്കാരിന് സാധിക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പുകളും മന്ത്രിസഭ ഉപസമിതിയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയും കുട്ടികളുടെ താല്പര്യവും മാത്രം മുൻനിർത്തിയുള്ള സുതാര്യമായ തീരുമാനമാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത്.